الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയമുള്ള കുട്ടികളെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഫ് പൂർത്തീകരിക്കണം. 1, 2, 3 ഒക്കെ സഫ് പൂർണ്ണമായിട്ടില്ല. നിർബന്ധമായും സഫ് പൂർത്തീകരിക്കണം. അപ്പോഴാണ് ജുമാഅയുടെ പ്രതിഫലം ലഭ്യമാകുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറ അൽ കഹ്ഫിലെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മക്കൾ അലങ്കാരമാണ്, അഹങ്കാരികളാക്കരുത്. ഇവിടെ ചർച്ച അതാണ്. ആ വിഷയം എടുക്കാനുള്ള കാരണം ഇന്നിന്റെ കൗമാരം ലഹരിയിൽ മയങ്ങിയാണ് ജീവിക്കുന്നത്. അടിച്ചു പൊളിക്കാൻ പഠനകാലത്ത് മാതാപിതാക്കൾ നൽകുന്ന പൈസ തികയാതെ വരികയും അതിന് ഹറാമായ ലഹരി കച്ചവടങ്ങളുമായി നടക്കുന്ന കൗമാരങ്ങൾ ഇന്നലെയും 22, 23, 24 വയസ്സുള്ള മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹു നമുക്ക് നൽകിയ മക്കള്
അള്ളാഹു നമുക്ക് നൽകിയ സന്താനങ്ങളും സമ്പത്തും ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളാണ്. അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് മക്കളെ അഹങ്കാരികളാക്കരുത്. അതാണ് ഖുർആനിന്റെ ഉത്ബോധനം. നമ്മുടെ നാട് മനുഷ്യബന്ധങ്ങളുടെ, സ്നേഹ സൗഹാർദ്ദങ്ങളുടെ നാടാണ്. ധാരാളമായി കേട്ടതാണ് വികസിത കേരളം. എല്ലാ അർത്ഥത്തിലും കേരളം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്ത് ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മള് പറവൂരിലേക്ക് സഞ്ചരിച്ചാൽ അവിടെ എക്സൈസിന്റെ ഓഫീസുണ്ട്. അവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ആ ബാനറിലെ കണ്ടന്റ് ഇതാണ്: ജീവിതമാണ് ലഹരി. ഖുർആൻ പറഞ്ഞ കണ്ടന്റാണ്. ജീവിതമാണ് ലഹരി. ലഹരി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കരുത് എന്ന വിശുദ്ധ ഖുർആനിലെ സുന്ദരമായ ഒരു കണ്ടന്റ് അവിടെയുണ്ട്, ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടത് മുക്കിന് ബാറുകളല്ല, ബിയർ പാർലറുകളുമല്ല, സ്പാ സെന്ററുകളുമല്ല. വിചാരത്തിന്റെ മറ്റൊരു പേരാണ് സ്പാ സെന്ററുകൾ. മസാജ് എന്നാണ് അതിന് പറയപ്പെടുക. അല്ല, അത് വ്യഭിചാരത്തിന്റെ വേറൊരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് സ്കൂളുകളാണ്. മർഹൂം വഖം അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞതുപോലെ ലോകത്തിന് വേണ്ടത് സ്കൂളാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മദ്യവും മദരാശിയും അല്ല വേണ്ടത്, ലഹരിയല്ല വേണ്ടത്. മനുഷ്യന് പഠിക്കാൻ വേണ്ടത് വിദ്യാലയങ്ങളാണ്. അതേപോലെ തന്നെ ആതുരാലയങ്ങളാണ് വേണ്ടത്. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം. പ്രിയമുള്ളവരെ, എന്താണ് തിന്മ കൂടുന്നത്? നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു വെച്ചു, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ കൗമാരം നമ്മുടെ മക്കള് മനസ്സിലാക്കുന്നില്ല. മദ്യം ലഹരിയാണ്, അത് പിശാചിന്റെ മാർഗമാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. അത് പിശാചിന്റെ കവാടമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയും. ഖുർആനും അതാണ് പറഞ്ഞത്. സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം, റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യപിക്കുന്നവൻ പിശാചാണ്, ലഹരി ഉപയോഗിക്കുന്നവൻ പിശാചാണ്, അത് വാങ്ങുന്നവനും പിശാചാണ്, അത് വിൽപ്പന നടത്തുന്നവനും പിശാചാണ്. ഇടയിൽ ഓർമ്മപ്പെടുത്തുന്നു, നേരത്തെ പത്രത്തിൽ വായിച്ചു, ഒരു ലഹരി വിൽപ്പനക്കാരനെ ക്യാമ്പസുകളിലേക്കും കലാലയങ്ങളിലേക്കും എത്തിക്കുന്ന ഒരാളെ 62 കിലോ കഞ്ചാവുമായി തൊട്ടടുത്ത പ്രദേശത്താണ് അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയെ പിടിക്കപ്പെട്ടത്. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാക്കുമാറാവട്ടെ. വിദൂരമല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, രജിസും മിൻ അമലി ശൈത്വാൻ. അത് പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്, അതിൽ പെട്ടുപോകരുത്. ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാച് ഉദ്ദേശിക്കുന്നത് അയ്യൂഖിഅ ബൈനകുമുൽ അദാവത, ശത്രുതയാണ്, വൽ ബഗ്ളാഅ, വെറുപ്പാണ്. ഇത് പത്രത്തിൽ വായിച്ചില്ലേ? ബാറിൽ തർക്കം, കയ്യിലിരുന്ന് താക്കോല് കൊണ്ട് ഒരാളെ കുത്തി, അയാൾ അപ്പൊ തന്നെ മരിച്ചു. ഒരു യുവാവാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മദ്യത്തിലേക്ക് അടുക്കരുത്, ലഹരിയിലേക്ക് അടുക്കരുത്. അതൊക്കെ അപകടങ്ങളും കൊലപാതകങ്ങളുമാണ്. ഫിൽ ഖംറി വൽ മൈസരി, ചൂതാട്ടത്തിലും മദ്യപാനത്തിലും ശത്രുതയാണ് ഉണ്ടാകുക. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവയെല്ലാം തടയപ്പെടും. വഅനിസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്ന് തടയപ്പെടും. എന്നിട്ട് അല്ലാഹ് ചോദിച്ചു, സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ വചനം, ഫഹൽ അൻതും മുന്തഹൂൻ,
നന്നാവണ്ടേ? അള്ളാന്റെ ചോദ്യമാണ്. ഇങ്ങനെ ജീവിച്ചാ മതിയോ? നന്നാവണ്ടേ? എടോ, മരിക്കണ്ട നിങ്ങൾക്ക്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തുമ്പോൾ നടന്നു പോകുന്ന വഴിയിൽ മദ്യപിച്ചുകൊണ്ടൊരു മനുഷ്യൻ കിടക്കുന്നു. അയാളെ തട്ടുപിടിച്ചു. ആദ്യം കണ്ണു തുറന്നില്ല, രണ്ടാമതും വിളിച്ചു, കണ്ണു തുറന്നില്ല, മൂന്നാമതും വിളിച്ചു. അയാൾ കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റ് ഖലീഫയാണ്. ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നന്നാവണ്ടേ? മരിക്കണ്ടേ? ഇങ്ങനെ ചീത്തയായി ജീവിച്ചാ മതിയോ? അയാൾ പറഞ്ഞു, നന്നാവണം. ചരിത്രമാണ്, ഹയാത്ത് സ്വഹാബയുടെ ചരിത്രമാണ്. അയാൾ പിന്നീട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. അതാണ് ഖുർആൻ ചോദിച്ചത്, ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാൻ തയ്യാറില്ലേ? നന്നാവാൻ തയ്യാറല്ലേ? തയ്യാറാവണം. അതുകൊണ്ട് തന്നെ യുവാക്കളോട് പറയുന്നു, ലഹരിയുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. സ്കൂളിൽ പഠിക്കുന്ന, കലാലയത്തിൽ പഠിക്കുന്ന കൂട്ടുകാരൻ വീട് വലിക്കുമെങ്കിൽ നിങ്ങളതിൽ പങ്കാളിയാകാൻ പാടില്ല. ആ സിഗരറ്റ് വലി, ആ വീട് വലി മറ്റുള്ള ലഹരിയിലേക്കാണ് എത്തിക്കുക എന്ന ചിന്ത ഉണ്ടാകണം. അല്ലാഹു പറഞ്ഞു, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നാടിനെ നശിപ്പിക്കുന്ന, കുടുംബത്തിൽ സമാധാനമില്ലാതാക്കുന്ന, മാതാപിതാക്കളെ കരയിക്കുന്ന, ആ മകനല്ലാതായി മാറുന്ന, പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങുന്ന, ജനങ്ങൾക്ക് മുമ്പിൽ മാതാപിതാക്കളെ തലകുനിക്കേണ്ടി വരുന്ന ആ ലഹരി നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ കുറിച്ചൊരു ജാഗ്രത ഉണ്ടാകണം. വെക്കേഷൻ കാലഘട്ടമാണ്. അവൻ എങ്ങനെയും ജീവിക്കട്ടെ എന്നല്ല, അവന്റെ ജീവിതത്തിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ സ്വഭാവങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു കണ്ണുണ്ടാകണം. രക്ഷിതാക്കളോട് പറയുന്നു, അൽ മാലു വൽ ബനൂന, അല്ലാഹു തന്ന സമ്പത്തും അല്ലാഹു തന്ന സന്താനങ്ങളും. ഒന്നേ പറയാനുള്ളൂ, സന്താനങ്ങളിലൂടെ കരയാൻ ഇടവരരുത്. സന്താനങ്ങളിലൂടെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങാൻ ഇടവരരുത്. സന്താനങ്ങളിലൂടെ തലകുനിക്കാൻ ഇടവരരുത്. ഒന്ന് ഞാൻ പറയട്ടെ, 16 വയസ്സാ മകന് മാതാപിതാക്കളോട് പറയുകയാണ്, പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയുന്നു. 16 വയസ്സാ മകന് നല്ലതുപോലെ സ്കൂട്ടർ ഓടിക്കും, പക്ഷേ ലൈസൻസ് ഇല്ല. എത്ര രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്? പാല് വാങ്ങാനാ വേണ്ട, തൊട്ടപ്പുറത്തെ കടയില വേണ്ട. 16 വയസ്സുള്ള മകനെ കൊണ്ട് ലൈസൻസ് ഇല്ലെങ്കിൽ എന്റെ ഉമ്മമാരെ, വാപ്പമാരെ വണ്ടി ഓടിപ്പിക്കരുത്, നിയമവിരുദ്ധമാണ്. അഥവാ അപകടം പറ്റിയാൽ ആരുടെ ലൈസൻസാ കട്ട് ചെയ്യുന്നത്? വാപ്പാന്റെ ലൈസൻസ് ആയിരിക്കും, ഇല്ലേ? ശ്രദ്ധിക്കണം. അല്ല, നന്നായിട്ട് ഓടിക്കും ഇല്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. പാടില്ല. ഇവിടത്തെ നിയമം പാലിക്കണം. 18 വയസ്സാകാതെ ഗൾഫിലേക്ക് നിങ്ങളുടെ മക്കളെ വിടുവോ? ഇല്ല. പാസ്പോർട്ട് എടുക്കുമോ? ഇല്ല. അവിടെയൊക്കെ ജാഗ്രത ഉണ്ടാകണം. അപകടം പറ്റുമ്പോഴാണ് കയറി ഇറങ്ങേണ്ടി വരുന്നത് സ്റ്റേഷനുകളില്. അപ്പൊ പോലീസുകാരൻ ചോദിക്കും, എടോ തന്റെ, ഇങ്ങനെ തന്നെ വിളിക്കുന്നപ്പോളെ പ്രായത്തെ ബഹുമാനിക്കില്ല. നമ്മളായിട്ട് തലകുനിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ലാഹു തന്ന സമ്പത്തും അല്ലാഹു തന്ന മക്കളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. നമസ്കാരമുള്ള, പടച്ചവനെ പേടിയുള്ള, നമ്മുടെ സംസ്കാരമുള്ള, നല്ല കുടുംബത്തിൽ പിറന്ന, മാതാപിതാക്കളെ ചീത്ത പറയിപ്പിക്കാത്ത മക്കളായി എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മക്കളെ വളർത്തണം. അല്ലാഹു വീണ്ടും പറഞ്ഞു സൂറത്തുൽ മുനാഫിഖൂനിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഹോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും, നിങ്ങൾ അശ്രദ്ധയിലാകരുത്. എങ്ങനെ അശ്രദ്ധ? ചോദിക്കുമ്പോ പണയിട്ട് കൊടുക്കുക. അവിടെ നിന്നാ വിളിച്ചത്, പാപ്പ 500 വേണം. മോനെ എന്തിനാണ്? ഫീസ് അടക്കാനല്ലല്ലോ. ഫീസ് അടച്ചല്ലോ, അടച്ചു. ഹോസ്റ്റലിന്റെ പൈസ കൊടുക്കാനാണോ? അല്ല, കൊടുത്തു. പിന്നെ എന്തിനാണ്?
ചോദിച്ചാലോ തന്ത വൈബ്. ചോദിക്കാൻ പാടില്ല മക്കളോട്. ചോദിച്ചു പോയാൽ പിന്നെന്താ തന്ത വൈബ്. ചോദിക്കണം. നമ്മുടെ വാപ്പന്മാരങ്ങനെയല്ലേ വളർത്തിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, ചോദിക്കും എങ്ങോട്ടാ പോണത്, എവിടേക്കാ പോണത്. അങ്ങനെ മക്കളെ വളർത്തണം, ഇല്ലെങ്കിൽ കരയേണ്ടി വരും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ലാ തുൽഹിക്കും. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ അശ്രദ്ധയിലാകരുത്. അംവാലുക്കും വലാ ഔലാദുക്കും, സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നോ. ഇനി ആരെങ്കിലും ജീവിതം മറന്നാണ് ജീവിക്കുന്നത് എങ്കിൽ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം, മക്കൾക്ക് വസ്ത്രം കൊടുക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മതവും പറഞ്ഞു കൊടുക്കണം. ഖുർആൻ എന്താന്ന് പഠിപ്പിക്കണം, ബന്ധങ്ങൾ പഠിപ്പിക്കണം, അയൽവക്ക ബന്ധങ്ങൾ പഠിപ്പിക്കണം. അതേപോലെ വീട്ടിലുള്ള പ്രായമുള്ളവരെ ആദരിക്കാൻ പഠിപ്പിക്കണം. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ മക്കൾ എന്താണ് ചെയ്യുന്നത്? രണ്ട് സാധനം ചെവിയിലേക്ക് കുത്തിക്കയറ്റി വെച്ച് ഒരു ബഹുമാനവും ഇല്ലാതെ ഇരിക്കും. കല്യാണങ്ങൾക്ക് വിളിച്ചാൽ മടിയാണ്. കുടുംബ ബന്ധങ്ങളെ കുറിച്ച് മക്കൾക്ക് അറിയില്ല, അയൽവക്ക ബന്ധങ്ങളെ കുറിച്ച് അറിയില്ല. നോക്ക് നിങ്ങള്, അതൊന്നുമല്ല വേണ്ടത്. എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തെറ്റിക്കുന്ന യാതൊന്നും അതിൽ അശ്രദ്ധമാകാൻ പാടില്ല. നമസ്കാരമുള്ള മക്കളാക്കി വളർത്തണം, ദീനുള്ള മക്കളാക്കി വളർത്തണം, വാപ്പാന്റെ മുമ്പില് ശബ്ദം ഉയർത്താത്ത മക്കളാക്കി വളർത്തണം, ഉമ്മയെ ബഹുമാനിക്കുന്ന മക്കളാക്കി വളർത്തണം, ഉമ്മുമ്മയെ ആദരിക്കുന്ന മക്കളാക്കി വളർത്തണം, പള്ളിയുമായി ബന്ധമുള്ളവരാക്കി വളർത്തണം. ഇല്ല എങ്കിൽ ഇനി അപ്രകാരം ആരെങ്കിലും ചെയ്താൽ പണം ഇങ്ങനെ കൊണ്ട് കൊടുക്കുക, വസ്ത്രങ്ങൾ ഇങ്ങനെ വാങ്ങി കൊടുക്കുക, അവൻ പറയുന്നതൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുക. അങ്ങനെയല്ല, അങ്ങനെ അശ്രദ്ധയോടാണ് ജീവിക്കുന്നത് എങ്കിൽ അവരാണ് നഷ്ടക്കാരി എന്ന് ഖുർആൻ പറയുന്നു. എന്റെ ഉമ്മമാരോട് പറയുന്നു, അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മ നിങ്ങൾ മദ്രസയാണ്. എന്റെ ഉമ്മയോട് പറയുന്നു, നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കും, 4:30 മണിക്ക് എഴുന്നേൽക്കും, തഹജ്ജുദിന് സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കും. തൊട്ടപ്പുറത്തെ മുറിയിലാണ് 18 വയസ്സുള്ള 19 വയസ്സുള്ള മകൾ കിടക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ വീട്ടില് ആ 18 വയസ്സുള്ള 19 വയസ്സുള്ള മകളെ വിളിച്ച സുബഹി നമസ്കരിപ്പിക്കാത്ത ഉമ്മ എന്തിനാ നമസ്കരിക്കുന്നത്? എന്തിനാ നമസ്കരിക്കുന്നത്? ഉമ്മ മഗ്‌രിബിന് ശേഷം ഖുർആൻ ഓതുന്നുവെങ്കിൽ മകൾ അടുത്തിരുത്തണം, മകളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണം, വീട്ടിലെ ജോലികൾ പഠിപ്പിക്കണം. എന്തിനധികം ഉമ്മമാരോട് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ആൺമക്കളും പെൺമക്കളും പിതാക്കന്മാരോട് ചോദിക്കുകയാണ്, അവർ കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റ് മടക്കി വെക്കാറുണ്ടോ? അവർ കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റ് ആരാ മടക്കണത്? അടുക്കളയിലെ ജോലി കഴിയും ഉമ്മയാ മടക്കുന്നത്? അല്ല, ഒന്നാമത്തെ ഇസ്ലാമിന്റെ ചിട്ട അതാണ്, അവരെ കൊണ്ട് മടക്കി വെപ്പിക്കണം. അവര് കിടന്ന ബെഡ്ഷീറ്റ് പെട്ടി ആ ഷീറ്റ് നല്ലവരെ എണീക്കാൻ മക്കളെ പഠിപ്പിക്കണം. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. അതുകൊണ്ട് ഉമ്മയോട് പറയുന്നു, അൽ-ഉമ്മു മദ്റസത്തുൻ, ഉമ്മയാണ് സ്വഭാവ സംസ്കരണത്തിന്റെ കേന്ദ്രം, ഉമ്മയാണ് ഇബാദത്തിന്റെ കേന്ദ്രം. അവള് വീട്ടിലെ പണി പഠിക്കേണ്ടത് ഉമ്മയിൽ നിന്നായിരിക്കണം. അങ്ങനെ ഉമ്മയും ഉപ്പയും ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു മാതാപിതാക്കളോടായിട്ട്, വഅ്മുർ അഹ്ലക ബിസ്സലാ, പ്രിയപ്പെട്ട വാപ്പ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാ പോരാ, പിന്നെ ചിലത് കൽപ്പിക്കാറുണ്ട് മക്കളോട്, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖു അൻഫുസകും, പ്രിയപ്പെട്ട ഉമ്മയോടും വാപ്പയോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരം നരകത്തെ തൊട്ട് കാക്കണം. വഅഹ്ലീകും, വഅഹ്ലീകും, നിങ്ങളെ മക്കളുണ്ടല്ലോ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ശരീരവും നരകത്തെ തൊട്ട് കാക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ്. മറന്നു പോകണ്ട. മറന്നാൽ അവസാനം സമൂഹത്തിന്റെ മുമ്പില് തലകുനിക്കേണ്ടി വരും. ഇത് ഖുർആന്റെ മുന്നറിയിപ്പാണ്. വീണ്ടും അല്ലാഹു തആല മാതാപിതാക്കളോട് പറയുന്നു, യാ ബുനയ്യ, സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, മക്കളെ യാ ബുനയ്യ എന്ന് വിളിക്കണം. എന്റെ പൊന്നു മകനെ, നീ സുബ്ഹ് നമസ്കരിച്ചോ?
എന്റെ പൊന്നാര മകനെ അഖിമിസ്സലാ, നീ ലോഹർ നിസ്കരിച്ചോ? എന്റെ പൊന്നു മകനെ അസർ നീ പള്ളിയിൽ പോയോ? ചോദിക്കണം. എന്റെ മകനെ എന്റെ മകരിന്റെ പള്ളിയിൽ പോകാതിരുന്നത്, എന്റെ മകനെ എന്റെ ഇശാഇന് പള്ളിയിൽ പോകാതിരുന്നത്, എന്റെ മകനെ ഇശാ കഴിഞ്ഞ് കറങ്ങാൻ പോകണ്ട, എന്റെ മകനെ ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കണ്ട, അപകടമാണ് എന്ന് പറയാൻ ഉപ്പമാർക്ക് കഴിയണം. അതുമാത്രമല്ല, ആദർശം പഠിപ്പിക്കണം. ആദർശമുള്ള മക്കളായിട്ട് വളരണം. യാ ബുനയ്യ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നു, ലാ തുശ്രികു ബില്ലാഹ്, അള്ളയോട് പ്രാർത്ഥിക്കണേ, അള്ളയോട് ദുആ ചെയ്യുന്ന മക്കളാക്കണേ. ഇതൊക്കെ മാതാപിതാക്കൾ നിർബന്ധമായും ചെയ്യേണ്ട ഉപദേശങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു. ചില വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ മക്കൾക്ക് ലക്ഷ്യങ്ങളില്ല, ആരോടും കടമയില്ല, കടപ്പാടുമില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളെ ഇഷ്ടമല്ല. കല്യാണത്തിന് വിളിച്ചാൽ പറയും ഞാൻ വരുന്നില്ല, അടുക്കളയിൽ എന്തെങ്കിലും കഴിച്ചോളാം, ആ ഫോൺ ഇങ്ങോട്ട് തന്നാ മതി. ഇനി അഥവാ കല്യാണത്തിന് പോയാലോ ഒരു കസേരമേ ഫോണുമായിട്ടിരിക്കും. ഒന്ന് പരിചയപ്പെടാൻ മക്കൾക്ക് താല്പര്യമില്ല. അതിന്റെ ആളുടെ മകനാണ്, അനുജന്റെ മകനും ചേട്ടന്റെ മകനും അറിയില്ല. മരണങ്ങൾ ഉണ്ടായാൽ ആ മയ്യത്ത് നമസ്കാരത്തിന് മക്കളെ വിടണം പള്ളിയിലേക്ക്. അങ്ങനെ പഠിപ്പിക്കണം. വാപ്പ മാത്രം പോയാൽ പോരാ. ഒരു മരണ വീട്ടിലേക്ക് പോകും ഉമ്മമാരെ പെൺമക്കളെ കൊണ്ടുപോകണം. ആ പെൺമക്കളെ വിളിച്ചു കൊണ്ടുപോകണം ആ മരണ വീട്ടിലേക്ക്. ഇസ്ലാമിന്റെ കടമയാണ്. പാതിരാത്രി വരെ കറക്കം, 10-11 വരെ ഉറക്കം, അല്ലേ? ശരിയല്ലേ? പാതിരാത്രി വരെ കറക്കം, 11:30 മണി വരെ ഉറക്കം. അതാ ഇന്നത്തെ മക്കള്. അതോ പെട്ടെന്ന് പകയുണ്ടാകുക, അതേപോലെ തന്നെ വൈരാഗ്യം ഉണ്ടാകുക, അതുപോലെ തന്നെ വെറുപ്പുണ്ടാകുക, മാതാപിതാക്കളോട് ദേഷ്യം. ഞാൻ ചോദിക്കട്ടെ, പഠിപ്പിക്കുന്ന അധ്യാപകനെ കൈവരിൽ ചൂണ്ടിയില്ല ഒരു കുട്ടി എവിടെ നിന്ന് കിട്ടി? നമുക്ക് വാപ്പയോട് സംസാരിക്കാൻ പേടിയാ, ഉസ്താദിന്റെ മുമ്പിൽ പേടിയാ നമുക്ക്. ഗുരുനാഥനാണ്. എങ്ങനെ പഠിച്ച് നമ്മൾ? അധ്യാപകനെ കയ്യേറ്റം ചെയ്യുന്ന മക്കള് ഇല്ലേ? അധ്യാപകനെ തല്ലുന്ന മക്കള്. അതെന്റെ ക്ലാസ്സിൽ മൊബൈൽ കൊണ്ടുവന്നു, അധ്യാപകൻ ചോദിച്ചത്രേ. ഇത് എവിടുന്ന് പഠിക്കുന്ന മക്കൾ? ഇതൊക്കെ പകയാണ് മനസ്സിന്റെ ഉള്ളില്. മക്കൾക്ക് വെറുപ്പാണ്. അതേപോലെ തന്നെ വല്ലാത്ത വൈരാഗ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, +1 കുട്ടികളും +2 കുട്ടികളും സഹപാഠികള്, കൂടപ്പുറപ്പായി ജീവിക്കേണ്ടവര്, സഹോദരത്തിന് ജീവിക്കേണ്ടവര് കൂട്ടമായി തല്ലുന്നു ഒരാളെ. 4-5 പേര് കൂടിയിട്ട്. ഇത് എവിടെന്നാ ഇത് പഠിച്ചത്? കലാലയം അക്രമരാഷ്ട്രീയമായി മാറുന്നു. ഇതിന്റെയൊക്കെ പിന്നില് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനി ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം എന്താണ്? ഇവിടെ പെൺമക്കളാണ്, അല്ലേ? ഒരു വല്ലാത്ത വർത്തമാനമുണ്ട് ഇപ്പോ. ആണിന് പെണ്ണിന് കിട്ടാനില്ല, പെണ്ണിനാണെങ്കിൽ കല്യാണവും വേണ്ട. ഇനി കല്യാണം കഴിച്ചാലോ പ്രസവിക്കാനും വയ്യ. നിസ്സാരമല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചാ പഠിത്തം കഴിയട്ടെ, പഠിത്തം കഴിയാറാകുമ്പോഴോ ജോലി വേണം. ഇവിടെ നിന്ന് കിട്ടി, ഇതാ കല്യാണം കഴിഞ്ഞാൽ പഠിച്ചുകൂടെ? എന്റെ പെൺമക്കളോട് പറയുന്നു, സമാധാനവും സന്തോഷവും ഒറ്റക്കുള്ള ജീവിതമല്ല, വിവാഹ ജീവിതത്തിലാണ് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ പെൺമക്കൾക്ക് ചിന്ത എവിടെ നിന്നാ കിട്ടിയതാ? ഫെമിനിസ്റ്റുകളായിട്ട് മാറുകയാണ്. വേണ്ടാത്ത ചിന്താധാരകൾ കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ പെൺമക്കളോട് പറയുന്നു, 22, 23, 24 വയസ്സായി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഉപ്പമാര് കല്യാണം ആലോചിച്ചാൽ എതിർത്ത് പറയരുത്. അതെന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മമ്മക്കളോട് പറയുന്നു, നിങ്ങൾ ഉപ്പാന്റെ മുമ്പിൽ രാജകുമാരിയാണ്. എന്റെ പ്രിയപ്പെട്ട പെൺമക്കള് നിങ്ങളുടെ വാപ്പാക്ക് രാജകുമാരിയാണ്. അത് ചിന്തിച്ചാ മതി. അവര് കൊണ്ടുവരുന്ന ആദർശബോധമുള്ള ഇസ്ലാമിന്റെ സംസ്കാരമുള്ള ഒരു ബന്ധം കൊണ്ടുവന്നാൽ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് തട്ടിക്കളയാൻ പാടില്ല. ഇസ്ലാമിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിക്കാഹ് ബന്ധങ്ങൾ ത്വലാഖിലേക്ക് വരുന്നു. പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. വെക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ ത്വലാഖ് നടക്കുന്നു. നിക്കാഹ് ചെയ്തു വെക്കും. അടുത്ത വർഷം ആ കല്യാണം. അതിനിടയിൽ വേണ്ടാന്ന് തീരുമാനിക്കുന്നു. ഇനി കല്യാണം കഴിഞ്ഞാലോ അതിനിടയിലും ത്വലാഖുകൾ വർദ്ധിക്കുന്നു.
എത്ര ത്വലാഖുകളാണ്! 2730 കുടുംബ ബന്ധ വിഷയങ്ങളാണ്, ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കേരളത്തിലെ മഞ്ചേരി കോടതി കിടക്കുന്നത്. 2000-ലധികം മുസ്ലിമീങ്ങളുടേത്. വഖഫ് ബോർഡിന്റെ കണക്കാണ്, മുസ്ലിമീങ്ങളുടേത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺമക്കളോട് പറയുന്നു, ഉപ്പാനെ കരയിക്കരുത്, ഉമ്മാനെ കരയിക്കരുത്. നിനക്കറിയുമോ, നിങ്ങളുടെ വാപ്പാന്റെ പേര് ബഷീർ എന്നായിരിക്കും. ചിന്തിക്കാൻ വേണ്ടി പെൺമക്കളോട് പറയുകയാണ്, ബഷീർ എന്നായിരിക്കും. പക്ഷെ ആ ബഷീർ നിക്കാഹ് ചെയ്യാൻ വേണ്ടി സദസ്സിലേക്ക് കയറി കസേരയിട്ടിരിക്കും ചെറുക്കന്റെ മുമ്പില്. അപ്പൊ ആ ബഷീറിന്റെ പേരെന്തെന്നറിയുമോ? വലിയ എന്നാണ്. ആ ബഷീറിന്റെ പേരെന്താ? വലിയ എന്നാണ്. നിങ്ങൾ ഖുർആൻ പരിശോധിച്ചോ? ആ പിതാവിന്റെ പേര് മാറി. കൈ പിടിച്ചു കൊടുക്കാൻ എന്റെ മകളെ 21 വയസ്സ് വരെ ഞാൻ വളർത്തിയിട്ടുണ്ട്, പൊന്നുപോലെ നോക്കണേ, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയാൻ അവകാശമുള്ള ഉപ്പ. അതുകൊണ്ട് ആൺമക്കളോടും പെൺമക്കളോടും പറയുന്നത്, ഖുർആന്റെ മാർഗമനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. മാതാപിതാക്കളെ കരയിക്കുന്ന മക്കളായി മാറരുത്. പിന്നെയോ, ഇന്നത്തെ മുസ്ലിം കല്യാണങ്ങൾ ആഭാസങ്ങളാ. വെറും 1, 2, 3 മണിക്കൂർ കൊണ്ട് നടത്താൻ പറ്റുന്ന കല്യാണങ്ങൾ അല്ലേ? ഒരു 11 മണി 12 മണിക്ക് നിക്കാഹ്, കുറച്ചാളുകൾക്ക് ഭക്ഷണം. അതല്ല, വ്യാഴാഴ്ച മൈലാഞ്ചി കല്യാണം, പങ്കെടുക്കരുത്. ബുധനാഴ്ച വേറെ കല്യാണം, മെഹന്തി. വെള്ളിയാഴ്ച വേറെ മൈലാഞ്ചി. ഇതെല്ലാം ഒന്നായി സാധനം. അത് വേറെ ഡ്രസ്സുകള്. ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് ആരാ പഠിപ്പിച്ചത്? കേവലമായ മണിക്കൂർ കൊണ്ട് നടത്തേണ്ട കല്യാണങ്ങള്, ദിവസങ്ങളിലെ ആർഭാടങ്ങള്, ആഘോഷങ്ങള്, ഓരോ ദിവസം ഓരോ ഡ്രസ്സുകള്. പിന്നെയോ, നിക്കാഹ് കഴിഞ്ഞു കഴിയുമ്പോ ആ സ്റ്റേജിലേക്ക് കുറെ യുവാക്കൾ കയറും. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുന്നു, അനുവദിക്കരുത്. ആ പെണ്ണ് അവനാണ് ഹലാല്, കൂട്ടുകാർക്ക് ഹറാമാണ്. പടക്കം പൊട്ടിക്കാനും, പത്താവ് പൊട്ടിക്കാനും, കേക്ക് മുറിക്കാനും, കേക്കെടുത്തിട്ട് മുഖത്തേക്ക് തേക്കാനും ഏത് ഇസ്ലാമ പഠിപ്പിച്ചത്? ബഹിഷ്കരിക്കണം. ആർഭാടങ്ങളുള്ള, ആഭാസങ്ങളുള്ള, ഇസ്ലാമിന്റെ മര്യാദയുള്ള എല്ലാ കല്യാണങ്ങളും ബഹിഷ്കരിക്കണം. ഇസ്ലാമിന്റെ തനതായ ശൈലിയിലേക്ക് വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുന്നു, മക്കളുടെ വിഷയത്തിൽ അശ്രദ്ധരായി ജീവിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു തന്ന സ്വത്താണ്, അത് വേണ്ടത്. നാളെ മരിച്ച് ആരുടെ മണ്ണാകുന്ന ഖബറിലേക്ക് പോകുമ്പോ ആ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ അവിടെ നമ്മുടെ മകൻ ഉണ്ടാകണം. ഇസ്ലാമിന്റെ ബോധമുള്ള, ഖുർആൻ അറിയുന്ന, പ്രവാചകന്റെ സുന്നത്ത് അറിയുന്ന, എന്റെ ഉപ്പ എന്നെ സുഖായിട്ട് കൊണ്ടുപോയ നമ്മുടെ മകൻ ആ നമ്മുടെ മയ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകെട്ടണം. അങ്ങനെയുള്ള മക്കളാക്കി മാറ്റണം. പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ പെൺമക്കള് മയ്യത്ത് കുളിപ്പിക്കാൻ അറിവുള്ള മക്കളാക്കി വളർത്തണം. നിങ്ങളുടെ പെൺമക്കളെ മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് പൊതിയാനും വീട്ടിൽ നിന്ന് മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുമ്പോ നമസ്കരിക്കാൻ കഴിവുള്ള മക്കളാക്കി, മരുമക്കളാക്കി വളർത്തണം. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. അല്ലാഹു തന്ന സമ്പത്തും അല്ലാഹു തന്ന മക്കളും ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. അഹങ്കാരികളാക്കി മാറ്റരുത്. അഹങ്കാരത്തോടെ ജീവിക്കരുത്. പടച്ചവനെ മറന്ന് ജീവിക്കരുത്. സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന മക്കളാക്കി മാറ്റണം. നാളെ ഈ മക്കള് കാരണം തലകുലിക്കാൻ ഇടവരുന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂക്ഷ്മതയോടെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഉൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മതയോടെ ജീവിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മരണങ്ങൾ അധികരിക്കുന്നു, അപകടങ്ങൾ അധികരിക്കുന്നു. 20-ന്റെയും 30-ന്റെയും ഇടയിൽ യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പ്രവാസ ലോകത്തും ഈ ആഴ്ച തന്നെ 7 മരണങ്ങളാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായത്. ഒന്നേ പറയാനുള്ളൂ, അവധിക്കാലമാണ്. നമ്മുടെ യാത്രകൾ കറക്കമാണ്. ഖുർആൻ പറഞ്ഞ് യാത്രയാക്കി മാറ്റണം. നമുക്ക് വിനോദസഞ്ചാരത്തിന് പോകാം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമസ്കാരം ജംഉം കസ്റുമാക്കി സഞ്ചരിക്കണം. നമസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയില്ല. അതുപോലെ തന്നെ മ്യൂസിക് ഇട്ട് ആട്ടും പാടിയും ഡ്രൈവറെ ശ്രദ്ധ തെറ്റുന്ന ബഹളങ്ങൾ പാടുള്ളതല്ല. ഖുർആൻ പറഞ്ഞില്ലേ, നസുല്ലാ, അവര് അല്ലാഹനെ മറന്നവരാ. ഖുർആനാണ് കേട്ടോ. ഫഅൻസാഹും അൻഫുസഹും, അവരെ പറ്റി മ്യൂസിക് ഇങ്ങനെ വണ്ടിക്കകത്തിട്ടിരിക്കുകയാ, കൈകൊട്ടിക്കളിയും പാട്ടും ബഹളവും. ഫഅൻസാഹും അൻഫുസഹും, അവരവരെ പറ്റി ഓർമ്മയില്ലാതായി. ഖുർആനാണ് കേട്ടോ. വാഹനത്തിൽ പോകുമ്പോ ഡ്രൈവറെ ശ്രദ്ധ തെറ്റുന്ന പാട്ടും ബഹളവും പാടില്ല. ദിക്റുകൾ ഉണ്ടാകണം, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണം. പർവ്വതങ്ങൾ കാണുമ്പോ, കാട് കാണുമ്പോ, മല കാണുമ്പോ, പുഴ കാണുമ്പോ ആയത്തുകൾ ഓർമ്മ വരണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിൽ. പഠിച്ചവനെ, ഞങ്ങളുടെ യാത്രയിൽ എന്ത് രസമാണ് മൂന്നാറിലെ കുന്ന് കാണാൻ. നീ വെറുതെ അല്ല കേട്ടോ പഠിച്ചത്, കാക്കടയെന്ന് ദുആ ചെയ്യണം. അല്ലാഹനെ മറന്നുകൊണ്ട് ഒരു യാത്രയും അനുവദനീയമല്ല. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരോട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹുവിന്റെ കാവലുണ്ടാകും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്? അസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്, അല്ലെ? കരിച്ചതും പൊരിച്ചതും. 10 മണിക്കല്ലേ ആഹാരം കഴിക്കാൻ ഇറങ്ങുന്നത്, 11 മണിക്ക് ആഹാരം, 12 മണിക്ക് ആഹാരം. രാത്രി ഇങ്ങനെ കറക്കവ കുടുംബത്തോടൊപ്പം. ഇശാഇന്റെയും മഗ്‌രിബിന്റെ ഇടയിൽ ആഹാരം കഴിക്കേണ്ടത്. ആ സമയത്ത് വന്ന് കഴിച്ചു വന്ന് കിടക്കും. എങ്ങനെ അറ്റാക്ക് ഉണ്ടാതിരിക്കും? ചിന്തിക്കും നിങ്ങൾ. പാതിരാത്രിക്ക ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് ജീവിത ശൈലി മാറിയപ്പോ, പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോ 20-ന്റെയും 30-ന്റെയും 40-ന്റെയും ഇടയിൽ പെട്ടെന്നുള്ള മരണം, ഇല്ലേ? ഉറക്കത്തിൽ മരിക്കുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഈ ആഴ്ച തന്നെ 3 ലേഡി ഡോക്ടർമാരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഒരു 22 വയസ്സുള്ള പെൺകുട്ടി പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ടിരിക്കും, കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണ ശൈലി മാറ്റണം, രീതികൾ മാറ്റണം, വ്യായാമങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് പറയാനുണ്ട്, ഗ്യാസിന്റെ പ്രശ്നവും ഹാർട്ടിന്റെ പ്രശ്നം രണ്ടും രണ്ടാണ്. നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടാകുമ്പോ ഗ്യാസാന്നും പറഞ്ഞ് കടയിൽ നിന്ന് ഗുളിക വാങ്ങിച്ച് കഴിക്കരുത്. അപകടമാണ്. ഒരു രോഗത്തിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കരുത്. അപകടങ്ങളാണ്. ഗ്യാസിന്റെ പ്രശ്നമുണ്ടായാൽ വിയർക്കില്ല. ഗ്യാസിന്റെ പ്രശ്നമുണ്ടായാൽ താടിക്ക് വേദന ഉണ്ടാകില്ല. ഗ്യാസിന്റെ പ്രശ്നമുണ്ടായാൽ വയറിന് പ്രയാസം ഉണ്ടാകില്ല. ഗ്യാസിന്റെ പ്രശ്നമുണ്ടായാൽ തുടയല്ലുകൾക്ക് വേദന ഉണ്ടാകില്ല. മറിച്ച് അറ്റാക്കിന്റെ അടയാളമാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും. താടിക്ക് വേദന ഉണ്ടാകും, വല്ലാണ്ട് വിയർക്കാൻ തുടങ്ങും, ഛർദിക്കാൻ തുടങ്ങും, തലകറക്കമുണ്ടാകും, കൊഴിഞ്ഞു പോകും. ഉടനെ കാർഡിയോളജിയെ കാണണം. അപകടങ്ങളാണ്, ശ്രദ്ധിച്ചോണം. അല്ലാതെ ഗ്യാസാന്നും പറഞ്ഞ് കുറച്ച് ഉലുവയും കഴിച്ച് കുറെ ചൂടുവെള്ളവും കുടിച്ച് അവസാനം എത്തുമ്പോഴേക്ക് മരണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രോഗത്തിന് സ്വയം ചികിത്സ അനുവദനീയമല്ല, ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. മറ്റൊന്ന്, കഠിനമായ ചൂടാണ്. പാമ്പുകൾ വീടുകളിലേക്ക് കയറുന്നു. ഈ ഒരാഴ്ച തന്നെ 4 മരണങ്ങളാണ്. ഇന്നലെ ഒരു സ്ത്രീയാണ് മരിച്ചത്. ചിന്തിച്ചു നോക്കിക്കേ. രാജവെമ്പാല ഒഴിച്ച് ബാക്കി ഒരൊറ്റ പാമ്പിനും സ്വന്തമായിട്ട് മാളമില്ല. ശാസ്ത്രീയപരമായിട്ട് രാജവെമ്പാലക്ക് മാത്രമാണ് സ്വന്തമായിട്ട് മാളമുള്ളത്. എന്തിനാണ് ഈ പാമ്പുകൾ വീടിലേക്ക് വരുന്നത്? പാമ്പുകളുടെ ആഹാരം എലിയും പല്ലിയുമാണ്.
തണുത്ത പ്രദേശങ്ങളിലേക്കാണ് പാമ്പുകൾ വരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? വീടിന്റെ പരിസരങ്ങൾ അത്തുഹൂറു ശത്രുൽ ഈമാൻ, പരിസരം വൃത്തിയാക്കണം. ജനലിന്റെ സമീപങ്ങളിൽ വിറകടുക്കി വെക്കരുത്. അവിടെ എലിയുണ്ടാകും. ആ എലിയെ പിടിക്കാൻ പാമ്പ് വരും. ആ പാമ്പ് വീടിനുള്ളിലേക്ക് കയറും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിങ്ങളെ കിടക്കുന്ന സമയം ബെഡ്ഷീറ്റ് 3 തവണ കൊട്ടണം. ഒരാളെ കടിച്ചപ്പെടുന്നതാണ്, തലകളിക്ക് അകത്തതല്ലേ, തലങ്ങളിൽ കുടയണം. റസൂലുള്ളാഹി പറഞ്ഞതല്ലേ. ഇസ്ലാമിലേക്ക് മടങ്ങ്, ഒരു പാമ്പും കടിക്കില്ല. ബെഡ്ഷീറ്റ് കുടയണം, തലയണ നോക്കണം, കട്ടിലിന്റെ ഭാഗം നോക്കണം. 6 മണിക്ക് ജനലടക്കുന്ന സമയത്ത് വീടിനെ പരിശോധിക്കണം. കഠിനമായ ചൂടാണ്. അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് വീടിന്റെ പരിസരത്ത് തീയിടരുത്, പാടില്ല. പാമ്പുകൾ ആ തീയുടെ ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ കുറച്ച് വെന്തതായിരിക്കും. അവ ബാത്റൂമിന്റെ ഭാഗത്തേക്കും അടുക്കള ഭാഗത്തേക്കും തണുപ്പ് പ്രതീക്ഷിച്ച് കടന്നു വരും. അറിയാതെ ചവിട്ടിയാൽ കടിക്കും. ചൂടാണ്, കാലഘട്ടമാണ്. വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, കരിമാലൂർ കുടുംബ ആരോഗ്യ കേന്ദ്രം അറിയിക്കുന്നത്, ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കഠിനമായ ചൂട് കാരണം മറ്റും കൊതുകിന്റെ വാസവും കാരണമായിട്ട് ചിക്കൻ ഗുനിയ പടർന്നു പിടിക്കുകയാണ്. 7ഓളം ആളുകൾക്കാണ് ഇപ്പോൾ നിലവിൽ അതുണ്ടായത് എന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പള്ളിയിൽ ആ വിഷയം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത ഉണ്ടാകണം. ഒന്നാമത്തേത്, കൊതുകുകൾ വളരാൻ അനുവദിക്കരുത്. ഞായറാഴ്ച ദിവസം പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഭാര്യ ഭർത്താവും മക്കളെല്ലാവരും ചേർന്നിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ചിരട്ടകളും ടയറുകളും ഒക്കെ കമത്തിയിട്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കാതെ കൊതുകില്ലാത്ത അവസ്ഥ ഉണ്ടാക്കണം. അതിനാണ് ഞായറാഴ്ച പരിസരം ശുദ്ധിയാക്കണം. ഇനി അഥവാ ആ രോഗങ്ങൾ കടന്നു വന്നാൽ അറിയാം, പെട്ടെന്ന് തന്നെ ഹെൽത്ത് സെന്ററിൽ പോയി ചികിത്സ തേടണം. അതാണ് ചെയ്യേണ്ടത്. അത് ജാഗ്രതയോടുകൂടി ആ വിഷയം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വെക്കേഷനാണ്. 11 മണി മുതൽ 3 മണി വരെ കുട്ടികളെ കളിക്കാൻ വിടരുത്. ഇന്നലെ സൂര്യാഘാതമേറ്റ ഒരാൾ മരിച്ചു. ഇത് 3 കുട്ടികൾക്ക് പൊള്ളയേറ്റിട്ടുണ്ട്. ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ചുകൊണ്ട് 11 മണി മുതൽ 3 മണി വരെ കുട്ടികളെ കളിക്കാൻ പുറത്തേക്ക് വിടരുത്. അപകടമാണ്. അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലവരായി നാം ജീവിക്കുക. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പള്ളിയെ ഉദാരമായി മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ സദഖ കൊണ്ടാണ് ഇത്ര വിശാലമായ സൗകര്യമുള്ള ഈ പള്ളി മുന്നോട്ട് പോകുന്നത്. ഇത് നിലനിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കാണ്, നമുക്കാണ്. അതുകൊണ്ട് അള്ളാഹു തന്നതിൽ മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ പള്ളിക്ക് വേണ്ടി, എന്റെ തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടി, എന്റെ പരലോകത്തിന് വേണ്ടി അല്ല, എന്റെ ഖബറിലേക്ക് പ്രകാശമാകാൻ എന്ന നിയത്തിൽ ഇൻഷാ അല്ലാഹ് പള്ളി പരിപാലനത്തിന് സഹായിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.